ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇതാണ് ഇസ്രായേലിന്റെ 70 ആഴ്ചവട്ടം. ഇതിനാ ബൈബിൾ പഠിതാക്കൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കും. യോബേൽ സംവത്സരം 70 ആഴ്ചവട്ടം. വായിക്കാം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. പാസ്റ്റർമാരെ, നിങ്ങളുടെ ചർച്ചിനകത്തിടയ്ക്ക് ദാനിയേലൊക്കെ പഠിപ്പിക്കണം. ഇന്ന് പഴയ നിയമം വേണ്ടെന്ന് പലരും പറയുന്നു. എന്താ ദാനിയേൽ? അധ്യായം 1 ഇറാഖിൽ ബാബേൽ പ്രവാസം, 2 നെബൂഖദ്നേസറിന്റെ കൊട്ടാരം, 2 സ്വപ്നങ്ങൾ വെളിപ്പെടുത്തുന്നു, 3 ദുരാസു സമഭൂമിയിൽ സമബിംബം, 4 മഗദിയാം ബാബിലോൺ നെബൂഖദ്നേസറിനെ വെട്ടുന്നു, 5 ദാനിയേലിന്റെ സിംഹക്കുഴി, 6 നിർണായകമായ സംഭവം ബേൽശസ്സറിനെ തട്ടിക്കളയുന്നു, 7 മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നു, 8 അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, 9 ദാനിയേൽ ആരായി? ഒരു LD ക്ലർക്കായി ഇറാഖിൽ പോയവൻ ഇന്ന് കൊടിവച്ച കാരണകത്ത് ചീഫ് സെക്രട്ടറിയായി വിലസുന്നു. സ്വോത്രം. ഇറാഖിന്റെ സൈനിക ഗവർണർ. ആ പുള്ളിക്കാരന് പുസ്തകം എടുത്തു വെച്ച് മുട്ടുമടക്കി ഉപവസിക്കുന്നു. സ്വോത്രം. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർക്ക് 50 കൺവെൻഷൻ വേദി കിട്ടിയാൽ പിന്നെ ഫോൺ പോലും ഓടിക്കുകയല്ല. സ്വോത്രം. കണ്ടില്ലേ? പിന്നെ വരുന്നത് എത്ര? കർത്താവ് നടുവി വന്ന പോലെ 7:30 വരത്തുള്ളൂ. സ്വോത്രം. കേരളത്തിലെ പകുതി പാസ്റ്റർമാർക്ക് നെഞ്ചുവേദന വരാൻകാർ ഈ കൺവെൻഷൻ പ്രാസംഗികർ സമയം പാലിക്കാത്തതുകൊണ്ടോ? സ്വോത്രം. ഇവനെല്ലാം കർത്താവ് ഒതുക്കും. സ്വോത്രം. അരമണിക്കൂർ മുമ്പേ വന്നാൽ ഇവനെല്ലാം എന്തോ IAS-കാരാണോ? സ്വോത്രം. ഇങ്ങനെ ഉള്ളവനെ എല്ലാം വലിച്ച് താഴെ ഇടണം. സ്വോത്രം. ബൈബിൾ കോളേജിലെ പിള്ളേരെ കയറ്റണം. സ്വോത്രം. പറയത്തില്ല. വന്നുകൊണ്ടേയിരിക്കുന്നു. സ്വോത്രം. പിന്നെ പാടുന്നതാരാ? ഡൽഹിക്കാരി പെങ്കൊച്ചാന്നോ? വായിക്കുന്നതാരാ? പാലക്കാട്ടുകാരനോ? എടാ, നീ വചനം പ്രസംഗിക്കാൻ വന്ന് നീ വചനം പ്രസംഗിക്കും. സ്വോത്രം. ഡൽഹിക്കാരി വന്നാലും പാലക്കാട്ടുകാരും വന്നാലും നിനക്കെന്തോ? യവനെല്ലാം കർത്താവ് ഒതുക്കാറായി. സ്വോത്രം. നിങ്ങൾ മിണ്ടത്തില്ല. സ്വോത്രം. ഒരു കാലത്ത് കവലയിലും പറമ്പിലും പ്രസംഗിച്ച് ആരാണ്ടൊക്കെ വിസ എടുത്തപ്പോൾ ഒരു ഇന്നോവയൊക്കെ ആയപ്പം സ്റ്റാൻഡേർഡ്. സ്വോത്രം. ഇന്നാളൊരു പ്രാസംഗി എന്നോട് പറയാം, എനിക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവാന്ന്. ഞാൻ ചോദിച്ചു, നിന്റെ ഡിഗ്രി എന്തുവാ? 12 BTH. ഞാൻ പറഞ്ഞടാ, പരമകള്ള 3 ബിരുദം എടുത്ത് റിസർച്ചും ചെയ്യുന്ന എൻ്റെ 7 അയലത്ത് വരാൻ നിനക്ക് യോഗം ഉണ്ടോന്ന്? സ്വോത്രം. ഒതുക്കും. അവൻ പറഞ്ഞ എന്തുവാ? ബ്ലസ, എനിക്ക് കോട്ടില്ലെന്ന്. ആകെ 42 ചൂടടിക്കുന്നു. ഈ കോട്ടോട് ഇട്ടിട്ട് വേണം ശരീരത്തിൽ ഇനി പരു വരാം. സ്വോത്രം. എല്ലാം ഒതുക്കും. സ്വോത്രം. ഈ പെന്തിക്കോസിനകത്ത് നിഗളിക്കുന്ന എല്ലാ നിഗളികളെയും വെട്ടാൻ കർത്താവിൻ്റെ വാളുണ്ട്. സ്വോത്രം. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കുക. ഇന്ന് കണ്ടോ, ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി ഗവർണറായി കാറിനകത്ത് കിടക്കുന്നവൻ ചാക്കിട്ട് ഉപവസിക്കുന്നു. ഇന്ന് സെൻട്രൽ പാസ്റ്റർ കൊച്ചു പാസ്റ്റർ കണ്ട കൈയോട് കൊഞ്ഞനെ കണ്ണടച്ചുകൊണ്ടിരിക്കുക. കൈയൊടുക്കാൻ വയ്യാത്തോണ്ടാ വിചാരിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ എന്ന്. സ്വോത്രം. ഇതൊക്കെ കള്ള പരിപാടികളാണ്. കണ്ടോ, ഇന്ന് രാത്രി ആ ബെന്തിക്കോസുകാരുടെ കളക്ടറായാലും ഗവർണറായാലും എബ്രായ ലേഖനം എഴുതിയിട്ടുണ്ട്, നിന്നെ ആത്മീയത്തിൽ വഴി നടത്തിയവരെ നീ മറക്കരുത്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നീ മറക്കരുത്, നിന്റെ വീട്ടിനകത്ത് വന്ന് നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നവരെ മറക്കരുത്. പണ്ടത്തെ പോലെ ഒരു ശുഭകാലം നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാർ എഴുന്നേൽക്കട്ടെ. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. കരയുന്ന മാതാപിതാക്കൾ നമ്മുടെ ഈ തലമുറയിൽ ഒരു മടങ്ങി വരവ് ഉണ്ടാകട്ടെ. സ്വോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യിരെമ്യാവിന്റെ പ്രവചനമെടുത്ത് ശൂന്യാവസ്ഥയിൽ കിടക്കുന്ന യെരൂശലേമിനെ നോക്കി കരയുന്നു. ആലയമില്ല, ഒരു കാര്യമില്ല. അന്നേരം ആ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ നിവൃത്തിയാ 9 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അതിനെ വീതിയും കടങ്ങുമായി പണിയും. അടുത്തത് വായിക്കാം. 1-ാമത്തെ ആലയത്തിന്റെ പുറകെ വരുന്ന കോരശനെ കൊണ്ട് എസ്രാ, നെഹമ്യാവ്, സെരുബ്ബാബേൽ അതിന്റെ പൊരുളായതിനകത്ത് എനിക്ക് തൊടാൻ സമയമില്ല. അടുത്ത വാക്യം വായിക്കാം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ആരാ? യേശുവിന്റെ ക്രൂശീകരണം പഴയ നിയമത്തിലാണോ? ഉണ്ട് മക്കളെ, നിഴൽ. പുതിയ നിയമത്തിൽ അത് പൊരുളായത്. ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്ക്. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ആരാ അഭിഷിക്തൻ? യോർദാനിലെ കലക്കവെള്ളത്തിൽ ശ്രാവക യോഹന്നാനാൽ യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മിണ്ടുന്നില്ല. അപ്പൊ സ്നാനം വേണ്ടെന്നാ പറയുന്നു. സ്വോത്രം. കുഴപ്പമില്ല, നിൽക്കട്ടെ. അടുത്തത് വായിക്കാം. അവൻ ആരുമില്ലെന്ന് വരും. കാൽവരിയുടെ കൊലക്കളത്ത് യേശു എന്തോ പറഞ്ഞത്? എൻ്റെ ദൈവമേ. മിണ്ടുന്നില്ല. പള്ളിയിലെങ്കിലും പോയി നിൽക്കണം 3 പ്രാവശ്യം അല്ലാതെ. ദുഃഖവെള്ളിയാഴ്ച അച്ഛനും പഠിപ്പിക്കത്തില്ല, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അപ്പം തിന്നവരുണ്ടോ? കടഭാരം മാറിയവരുണ്ടോ? ഇനോവ കിട്ടിയവരുണ്ടോ? കോടകുളഞ്ഞ് എസ്റ്റേറ്റ് കിട്ടിയവരുണ്ടോ? ഇവരെല്ലാം കള്ളന്മാരായിരുന്നു. സ്വോത്രം. അന്ത്യം വരെ നിന്നതാ യോഹന്നാൻ മാത്രം. നമ്മുടെ ചില ചർച്ച അമ്മാമ്മമാർ വരത്തില്ല, പാസ്റ്ററെ മോൻ ഇതുവരെ വിസ ശരിയായില്ല, മോക്ക് ഇതുവരെ എൻട്രൻസ് ആയില്ല. പാസ്റ്റർ സഭയും ഇടിവിൽ നിന്ന് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, അമ്മാമയെ അനുഗ്രഹിക്കണേ. കേട്ടു. എന്തായാലും ഇടിവിലെ പ്രാർത്ഥന കേട്ടു. പിന്നെ ചെറുക്കന് ദുബായ് വിസ, മോക്ക് എൻട്രൻസ് കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പിന്നെ അമ്മാമയെ കാണൂ.
കാണത്തില്ല. കർവാപ്പസി 8 മാസം കഴിയുമ്പോൾ ഒരു നെഞ്ചുവേദനയായിട്ട് പിന്നെയും വരും. സ്വോത്രം. ഇതുപോലെ ആ കാൽവരിയുടെ കൊലക്കളത്തിൽ അപ്പം തിന്നവർ, അത്ഭുതം കണ്ടവർ, അതിശയം കിട്ടിയവർ, ഇനോവ കിട്ടിയവർ ഒന്നുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അടുത്തതായി വായിക്കാൻ പോലെ അടുത്തത് പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ഇതാ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ടൗണിന് ബോംബ് വെക്കും, പള്ളിക്ക് ബോംബ് വെക്കും. അതുകൊണ്ടാണ് നൈജീരിയ വെച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം വീണ്ടും എടുത്തത്. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, വരുവാനിരിക്കുന്ന പ്രഭു തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, അധർമ്മത്തിന്റെ മർമ്മ. ആർക്കെങ്കിലും സംശയമുണ്ട്? യോഗം കഴിഞ്ഞു പോണോ? ഇതിന്റെ റിപ്പോർട്ട് കേരള പോലീസ്. IS ബന്ധം വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. കേരളത്തിൽ 11 പേർ ഇന്ന് IS-നകത്ത് സജീവം. ദാ കിടക്കുന്ന കേരള പോലീസ്. പട്ടണത്തിന് ബോംബ് വെക്കുവോ? ദാ കിടക്കുന്ന കാബൂൾ രക്തക്കളം. 128 പേർ ടൗൺഷിപ്പിനകത്ത് ബോംബ്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ദാ കിടക്കുന്ന തുർക്കി IS ആക്രമണം. തീർന്നില്ല, അടുത്തത് വീണ്ടും കാബൂൾ IS ആക്രമണം. ഇതാ ദാനിയേൽ പ്രവചനത്തിന്റെ നിവർത്തി. കാബൂൾ രക്തക്കളം. അടുത്തത് സൗദി ദേശീയ ദിനം ഫ്രാൻസ്. 84 മരണം ഫ്രാൻസിൽ. ഒരുത്തൻ ട്രക്ക് ഓടിച്ചു IS-കാരൻ. തീർന്നില്ല, അടുത്തത് നിർണായക സൗദി അറേബ്യ. 2 കുഞ്ഞുങ്ങൾ IS ചേർന്നു. അമ്മ വഴക്ക് പറഞ്ഞു, തലയറുത്തു മാറ്റി നിമ്രോദിന്റെ തലമുറ. പുറകെ ഞാൻ 666 വരുമ്പോൾ പറയാ, ഇറാഖിലെ നായാട്ടുവീരൻ നിമ്രോദിന്റെ തലമുറ, തലയിറക്കുന്ന വീരന്മാർ. കണ്ടില്ലേ? സൗദി അറേബ്യ അമ്മയുടെ തലയറുത്തു, സ്വന്തം കുഞ്ഞുങ്ങൾ. ദാന്റെ ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്തെ. അച്ഛന്മാർ, പാസ്റ്റർമാർ, തിരുമേനിമാർ എല്ലാവരെയും കൊല്ലാൻ അവരുടെ കമ്പ്യൂട്ടർ റെഡിയെന്ന് അമേരിക്കൻ FBI പിടിച്ചു. അങ്ങനെ ഒരു അച്ഛനെ പിടിച്ചവർ കസ്റ്റഡിയിലിട്ടു. അച്ഛൻ്റെ പേര് ടോം ഉഴുന്നാൽ. വല്ലവരും വായിച്ചായിരുന്നോ പത്രത്തിൽ? മിണ്ടുന്നില്ല. സ്വോത്രം. ടോം ഉഴുന്നാൽ യമനിൽ കടന്നു. മസ്കറ്റിലെ ഷേഖ് ഇടപെട്ട്. നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, മറഞ്ഞുപോയി, സുഷമ സ്വരാജ്. അവരിടപെട്ട ടോം ഉഴുന്നാലിനെ പൊന്നുപോലെ കൊണ്ടുവന്നു. നല്ല മന്ത്രി, നല്ല കാര്യം ചെയ്താൽ രാഷ്ട്രീയം നോക്കരുത്, നല്ല കാര്യം പറയണം. ആ മന്ത്രിയെ ഞാൻ സ്നേഹിക്കാൻ കാര്യം രാഷ്ട്രീയത്തെ ഞാൻ ബിരുദമെടുത്തത് കൊണ്ട് എനിക്കറിയാം. എയ്ഡ്സ് രോഗികളായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, നിങ്ങളുടെ അപ്പനും അമ്മയും ചെയ്ത കുറ്റം കൊണ്ട് നിങ്ങൾ ശിക്ഷ. അതുപോലെ കേരളത്തിൽ നല്ലൊരു മന്ത്രിയുണ്ട്, ശൈലജ ടീച്ചർ. എങ്ങനെ നമ്മുടെ നിപ്പ വൈറസിനെ പായിച്ചില്ലേ പുള്ളിക്കാരി? സ്വോത്രം. ഡോക്ടർക്ക് പേടി, സഹോദരിമാർക്ക് പേടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ശ്രീമതി നമ്മുടെ ശൈലജ ടീച്ചർ മൂക്കിനകത്തൊരു മാസ്ക് വെച്ചിട്ട് ഒറ്റ പോക്കല്ലേ ലാൽസല സഖാക്കളെ ഒറ്റ വെട്ടല്ലേ വെട്ടിയത് നിപ്പേനെ. സ്വോത്രം. നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം പറയണം, കൈയിട്ട് വാരിയവനെ കള്ളനാന്നും പറയണം. സ്വോത്രം. എത്ര ക്ലിയർ കണ്ടില്ലേ? അങ്ങനെയുള്ള നല്ല മന്ത്രിമാർ. തീർന്നില്ല, ബ്രിട്ടൻ ഭീകരാക്രമണം. കഴിഞ്ഞ ആഴ്ച 2 കമിതാക്കളെ കൊന്നു കഴിഞ്ഞു. ബ്രിട്ടൻ ഭീകരാക്രമണം. IS തീർന്നില്ല. മലയാളി ഞെട്ടരുത്. ഇവിടുത്തെ പാർട്ടിക്കാരെല്ലാം കണ്ടോണം. പിണറായി വിജയൻ സാറിന് 5-6 നെഞ്ചുവേദന വരും. മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ, IS-ന്റെ മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിനകത്ത്. സജു ചാത്തന്നൂരെല്ലാം പറയുന്ന സകല പത്രങ്ങളും വാർത്ത കൊടുത്തിരിക്കുന്നു. തീർന്നില്ല, ആരും വിഷമിക്കരുത്. പണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞാൽ പലരും ഞങ്ങളെ കുറ്റം പറയും. കേരളത്തിന്റെ ADGP മിസ്റ്റർ മനോജ് എബ്രഹാം അവസാനം കൊടുത്ത റിപ്പോർട്ട്, IS-ൽ ചേർന്ന 8 മലയാളികളുടെ ഡെഡ് ബോഡി ഇതാ കിട്ടിയിരിക്കുന്നു. കേരളത്തിൽ IS-ൽ ചേർന്ന 8 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ച് NIA വിത്ത് ADGP മനോജ് എബ്രഹാം. IS-നകത്ത് മലയാളി ഉണ്ടോ? ഇതാ ബൈബിൾ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. എത്ര ക്ലിയർ! ദാനിയേൽ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് ചാക്കിനകത്ത് മുട്ടുമടക്കി ഒരുവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ പ്രവചനത്തിന്റെ നിവർത്തി കേരളം കണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിക്കും. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്നു? സകല സ്ഥലത്തും IS-ന്റെ ആക്രമണം. അമേരിക്ക ലാസ് വേഗസ് 57 പേരെ ഒരു ചെറുപ്പക്കാരൻ വെടിവെച്ചു കൊന്നു. അമേരിക്ക പള്ളിക്കകത്ത് ബോംബ് സ്ഫോടനം നിങ്ങൾ കണ്ടില്ലേ? എത്ര പേർ മരിച്ചു? ബാപ്റ്റിസ്റ്റ് ചർച്ച് 52 പേർ മരിച്ചു. 52 പേരിൽ 27 പേരെയും വെടിവെച്ചു കൊന്നു. സകല സ്ഥലത്തും IS. ഇത് ഇറാന്റെ വിഷയത്തെ വീണ്ടും എഴുന്നേൽക്കാൻ പോകുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്. തീർന്നില്ല, അവൻ മുഴുവനെയും ടാർഗറ്റ് ചെയ്യും. തിരുവനന്തപുരം മനസ്സിലാക്കണം. ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം. നിങ്ങൾക്ക് 4 മണിക്കൂർ മുമ്പേ സെക്യൂരിറ്റി ചെക്കിങ്. നിങ്ങളുടെ കാറിനകത്ത് കൊല്ലക്കടവിൽ നിന്ന് തോമാച്ചാൻ കമ്പിപ്പാര ഇട്ടുകൊണ്ട് പോകരുത്. സ്വോത്രം. ഇന്ന് അതിൻ്റെ താഴെ ക്യാമറ വെച്ചിരിക്കുക CISF. അച്ചായൻ്റെ കമ്പിപ്പാര എവിടെ ഉണ്ട് തേങ്ങ പതിക്കുന്നതെന്ന് എഴുതി കൊടുക്കണം. സ്വോത്രം. തീർന്നില്ല, തിരുവനന്തപുരം ഈ കണ്ടെയ്നർ ടെർമിനൽ, ഈ ഇവിടെ സീപോർട്ട്, എല്ലായിടത്തും ക്യാമറ. ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം എയർപോർട്ടിൽ നല്ല ജോലിക്കാരൻ. അവ എന്നോട് പറഞ്ഞ, അച്ഛാ IS-നെ പേടിച്ചാൽ ഞങ്ങൾ ക്യാമറ വെച്ച് ഇപ്പം 25 കിലോ 15 കിലോ ഡെയിലി സ്വർണ്ണവേട്ട. സ്വോത്രം. കക്കൂസിനകത്ത് ക്യാമറ, AC-ക്കകത്ത് ക്യാമറ.
ക്യാമറ, IS പേടിച്ച് ക്യാമറ വെച്ച് ഇപ്പോൾ സ്വർണ്ണം അടിച്ചോണ്ടേ ഇരിക്കുന്നു തിരുവനന്തപുരം എയർപോർട്ട്. തീർന്നില്ല, ഇതെല്ലാം IS പേടിച്ച്. അടുത്ത കാര്യം, തമ്പാനൂർ വരണം. രാവിലെ 6 മണിക്ക് വെള്ളം കിട്ടത്തില്ല. കാര്യമെന്ത്? വെള്ളത്തിനകത്ത് സയനൈഡ് കലക്കുമെന്ന് പേടി. ലോകം തീരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ പറയാം, നിങ്ങൾ കല്യാണത്തിന് കുളനട ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറക്കത്തില്ലേ മേളിൽ? അവൻ്റെ പേരെന്തോ? ഹെലിക്കാം. ചപ്പാത്തി തിന്നുമ്പോൾ കണ്ടവർ വല്ലതും ഉണ്ടോ? ഹെലിക്കാം. ഒന്ന് കൈ ഉയർത്താം. ഹെലിക്കാമിനെ കണ്ടവർ. നിങ്ങൾ ചപ്പാത്തി തിന്നുമ്പോൾ മേളിൽ ഒരുക്കം പറക്കുമല്ലോ വയറില്ലാതെ. സ്വോത്രം. ആരും കൈ ഉയർത്തുന്നില്ല. സ്വോത്രം. ഞാൻ ഒരു കാര്യം പറയും, ഞാൻ കല്യാണാലോചനയ്ക്ക് വന്നതല്ല, നിങ്ങളുടെ ഫോട്ടോ എടുക്കാനും വന്നതല്ല. സ്വോത്രം. നിങ്ങൾ കൈ ഉയർത്തുന്ന എൻ്റെ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയാണ്. എൻ്റെ ജോലി കല്യാണാലോചന, അതിൽ ഇവിടെ പാഷന്മാരുണ്ട്. സ്വോത്രം. അന്ത്യകാലം ഒന്ന് പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ആര് കുളനട കല്യാണത്തിന് പോകുമ്പോൾ മേളി ഒരുത്തം പറക്കുന്ന കണ്ടിട്ടില്ല? അവൻ്റെ പേരാ ഹെലിക്കാം, തോമാച്ചൻ. അവൻ്റെ രണ്ടാമത്തവൻ വന്ന് അവൻ്റെ പേരാ ഡ്രോൺ. വല്ലവർക്കും അറിയാമോ? ആളില്ല അഭിമാനം. അവൻ്റെ മൂത്ത ചേട്ടൻ വരാൻ പോവാ, യോഗന്നാൻ കുട്ടി. അവൻ്റെ പേരാ പെൽക്യാം. അമ്മാമ ഇന്ന് രാത്രി കേട്ടോണ്ട് വേണം, റിസർച്ച് ചെയ്യുന്നോണ്ടാ. സ്വോത്രം. മക്കളെ എക്സ്റേക്ക് വിടരുത്, ECGക്ക് വിടരുത്, MRIക്ക് വിടരുത്, പെറ്റ് സ്കാന് വിടരുത്. ഇനി പൈസ ചെലവാക്കരുത്. മോഡി സാർ ഇസ്രയേലുമായിട്ട് കൈ കൊടുത്ത് ടെക്നോളജി കേൾക്കണം. സ്വോത്രാഴ്ച തരണം. 2023 ഇന്ത്യ വരാൻ പോകുന്നു പെൽക്യാം. നമ്പർ 1 അവറാച്ചാൻ ഹെലിക്കാം. നമ്പർ 2 തോമാച്ചൻ ഡ്രോൺ. അവൻ്റെ മൂത്ത ഏട്ടൻ പെൽക്യാം. അവൻ വരാൻ പോവാ. അതാ ചങ്കൂസിനകത്ത് ഒരു ടാബ്ലറ്റ്. ഇവിടെ പന്തളം മെഡിക്കൽ മിഷനിൽ ചെല്ലും. ഡോക്ടർ ചിന്നമാമയുടെ വയറ്റിലോട്ട് ഇടുമ്പോൾ കപ്പ് തുറക്കും. ചിന്നമാമയുടെ വയറ്റിലെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് വരും. സ്വോത്രം. ഇനി ECG വേണ്ട, പെറ്റ് വേണ്ട, MRI വേണ്ട, അൾട്രാസൗണ്ട് വേണ്ട. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. അന്നേരം കൊല്ലകടവിൽ അവറാച്ചാൻ കള്ളുകൂടിയം പോയി. അന്നേരം ഡോക്ടർ ഒരു ചങ്കൂസ് ഇട്ട് കറക്കിയപ്പോഴാണ് കാണുന്ന കരളുമില്ല, കൂമ്പുമില്ല, എല്ലാം കത്തിപ്പോയി. സ്വോത്രം. സ്കാൻ വേണ്ട. വരാൻ പോകുന്ന ഇതെല്ലാം നിൽക്കാൻ പോവുക. അതുകൊണ്ട് ഇവിടെ പന്തളത്തെ ആറ്റി ചൂണ്ടയിടുന്ന പോലെ ഇസ്രയേലിൽ നിന്ന് വരാൻ പോകുന്ന പുതിയ ടെക്നോളജി പെൽക്യാം. ഒരു ഗുളിക ഇട്ടാൽ മതി, കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ഡ്രൈവ് ചെയ്താൽ CD കിട്ടും. അത് നോക്കി ഡോക്ടർക്ക് എന്തോ ചെയ്യാം. അതുകൊണ്ട് ഇനി കുഞ്ഞുങ്ങളെ, ഞാൻ മെഡിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്, MRIക്കും പറ്റുന്നൊന്നും വിടല്ലേ. സ്കാൻ സെന്ററും പൂട്ടാൻ പോവുക. സ്വോത്രം. അവർ വല്ല തൊഴിലുറപ്പിന് പോയാൽ മതി, എല്ലാം തീരാൻ പോവുക. സ്വോത്രം. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിപ്പിക്കാൻ പോകുന്നു. സ്വോത്രം. എല്ലാം കേട്ടോണ്ടോ? അവൻ്റെ ചേട്ടൻ ഇന്നാൾ തിരുവനന്തപുരത്ത് പറഞ്ഞു, ഡ്രോൺ. എയർപോർട്ടിന്റെ ഫോട്ടോ എടുത്തു, ISROയുടെ ഫോട്ടോ എടുത്തു, എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. ഡ്രോൺ. അന്ത്യകാലം. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഇനി പലർക്കും സംശയം, ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടോ, ക്രൈസ്തവനുമായിട്ട് ബന്ധമുണ്ടോ, ഹൈന്ദവനുമായിട്ട് ബന്ധമുണ്ടോ? തെറ്റിക്കരുത്. ബാക്കിയെല്ലാം കേട്ടുകൊണ്ടേ പോകാം. വായിക്കാം കുഞ്ഞ്. യോഹന്നാന്റെ സുവിശേഷം 14:30 വായിച്ചാട്ടെ. ഇവൻ ആരാണ്? യോഹന്നാൻ 14:30 വായിക്കാം. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുന്നില്ല. ദൈവദാസന്മാർ, യോഹന്നാൻ 12, 13, 14, 15, 16 ഇതെല്ലാം ക്രൂശീകരണത്തിന് മുമ്പ് യേശു സമ്മതിക്കുന്നതാ. ശിഷ്യന്മാരോട് പ്രൈസലോട് എടുത്തിട്ട് പറയാം, കുഞ്ഞ് ഞാൻ പോകാറ്, ഞാൻ ഇനി നിങ്ങളോട് അധികം സംസാരിക്കില്ല. അടുത്തത് ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു. ഇത് ക്രൈസ്തവനോ ഇസ്ലാമോ മുസ്ലിമോ ഒന്നും അല്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. നമ്മളോട് അവൻ ഒരു കാര്യവുമില്ല. അതിനു മുമ്പ് സഭ പോകുമെന്ന് സ്വോത്ര പ്രത്യാശയില്ല. അവന് നമ്മളോട് ഒരു കാര്യമില്ല. അതിനു മുമ്പ് നമ്മൾ പോകുമെന്ന്. കാന്തയാ മണവാട്ടി മധ്യാകാശത്തിൽ എടുക്കപ്പെടുമെന്ന്. ഇവന്റെ പേരാ ലോകത്തിന്റെ പ്രഭു. വരുവാനിരിക്കുന്നയുടെ തുമ്പുകെട്ടയുടെ നാശയോഗ്യൻ. അങ്ങനെയെങ്കിൽ അവൻ പള്ളിക്ക് ബോംബ് വെക്കുവോ? മലയാളി അതിനകത്ത് കയറുവോ? വായിക്കാൻ മക്കളെ. യോഹന്നാൻ 16:2. യോഹന്നാൻ 16:2 വായിച്ചാട്ടെ. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. കൊല്ലകടവിൽ കൺവെൻഷനകത്ത് ബോംബ് വെച്ചെന്ന് പറഞ്ഞാൽ സജുജാത്തന്റെ ഒരു വരുമോ? അടൂരിറങ്ങി ഞാൻ ചായം കുടിച്ച് തിരുവനന്തപുരത്തിന് വണ്ടി കയറും. സ്വോത്രം. പാടുന്ന ബ്ലസം വരുമോ? വരത്തില്ല. കൊല്ലകടവ് പള്ളിക്കകത്ത് ബോംബ് വെച്ചെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഗുഡ് ബൈ. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന കാലത്തിനകത്ത് ഇനി പള്ളിക്കകത്ത് ബോംബ് വരാൻ പോകുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. സ്വോത്രം. അന്ത്യകാലം അതാ കഴിഞ്ഞ് ഇപ്പൊ നടന്ന് ക്രിസ്മസ് ദിനത്തിനകത്ത് നൈജീരിയ 11 പച്ചയ്ക്ക് വെടിവെച്ച് കൊന്നു IS. തീർന്നില്ല. അടുത്തത് മലയാളി എങ്ങനെ IS ചേരുന്നു? വായിക്കാം. വരുവാനിരിക്കുക 16 രണ്ടാമത്തെ ബാക്കി ഭാഗം വായിക്കാൻ മോളെ. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നവർ. വായിക്കാം. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അമ്മാമ്മമാരും അച്ചായമാരും ശ്രദ്ധിച്ച് കേട്ടോണം. ഇതാ IS. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. മെറിൻ ജേക്കബ് സൺഡേ സ്കൂളിന്റെ അധ്യാപിക, സിൽവിയ തോമസ് കത്തോലിക്കക്കാര്, സ്വപ്ന ജോഷി പള്ളിയിൽ പോകുന്നവർ, ഇവരോടെല്ലാം സാത്താന്റെ ഉപദേശം, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം.
പണ്ടത്തെ DGP ജേക്കബ് തോമസ് സാർ, നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കോൺഫറൻസ് തിരുവനന്തപുരം മുഴുവൻ ഞാൻ പങ്കെടുക്കുന്നത്. പുള്ളിക്കാരൻ അന്ന് കേരളത്തോട് പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇവിടെ പെൺവേട്ട നടക്കുന്നു, പലരും മിലിറ്ററി ചേർന്നു. ഇന്നത്തെ ചാണ്ടി സാറും പിണറായി സാറും പാവത്തിന്റെ വായ ഒതുക്കി ഇപ്പൊ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. റാന്നിക്കാരി പോയി, കോന്നിക്കാരി പോയി. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഒരു അഭിമുഖം കൊടുത്തില്ലേ, തിരുവനന്തപുരത്ത് ബ്യൂട്ടി പാർലർ നടത്തുന്ന ബിന്ദു ചേച്ചിയുടെ മോള് നിമിഷ ഫാത്തിമ, അവളെ അഫ്ഗാനിന്ന് അമ്മയ്ക്ക് മിസ് കോൾ അടിക്കുന്നു. സ്വോത്രം. എങ്ങനെ പോയെന്നറിയത്തില്ല. എല്ലാം ഇതാ സംഭവിക്കുന്നത്. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കി, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട്. അതിനകത്ത് ആരുണ്ട്? നോഗയുടെ പെട്ടകത്തിൽ കയറിയുള്ള മലയാളിയുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, സൗദിക്കാരൻ അറബിയുണ്ട്, ലണ്ടൻകാരി പെങ്കൊച്ച് സ്റ്റാൻലി ഉണ്ട്, അമേരിക്കക്കാരൻ ജിഹാദിയുണ്ട്. എന്താ? കോടകുളഞ്ഞി എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോണ്ട് ഇന്ന് രാത്രി പോകാവൂ. പിള്ളേരവിടെ ചെല്ലുമ്പോൾ കഞ്ചാവുകാരൻ പിടിക്കും. ആദ്യം ഫ്രീ, 2 ആഴ്ച കഴിയുമ്പോൾ പറയും മോനെ വണ്ടിക്കൂലി ഇറങ്ങി കൊടുക്കും. കഞ്ചാവിൻ്റെ അഡിക്റ്റ് 1 മാസം കഴിയുമ്പോൾ പരീക്ഷാ ഫീസ്. ഇവൻ ഫുൾ അഡിക്റ്റ് ആകുമ്പോൾ പറയും മോനെ അമ്മച്ചി ഉറങ്ങുമ്പോൾ മാലയിഞ്ഞ് പൊട്ടിച്ചോണ്ട് വരും. സ്വോത്രം. അങ്ങനെയെങ്കിൽ അതുപോലെ ഈ കുഞ്ഞുങ്ങളിൽ വിഷം കുത്തിവെക്കും. നിങ്ങൾ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാഴിക. കണ്ടില്ലേ? കണ്ണൂർ, ഈ കാസർഗോഡ്, കേരളത്തിലെ പോലീസ്, എൻ്റെ സഹോദരൻ്റെ മകൻ ഉന്നത ഉദ്യോഗസ്ഥനാണ്. സ്വോത്രം. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ കാസർഗോഡ് IPCയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. എല്ലാ വീടും അടഞ്ഞു കിടക്കുന്നു, വീട്ടിൻ്റെ മുമ്പിൽ തേങ്ങ കിടക്കുന്നു. ഞാൻ ഭാര്യയെ വിളിച്ചു പറഞ്ഞ് കഷ്ടമായിപ്പോയി, വണ്ടി കൊണ്ടുപോകണ്ടായിരുന്നു, ഇച്ചിരി പറക്കി കൊണ്ടുപോകാനായിരുന്നു. സ്വോത്രം. അവിടെ കിലോ 45 വിലയാണ്. സ്വോത്രം. അപ്പോഴാണ് ഞാൻ അവിടെ ചോദിച്ചത്, പാസ്റ്റർ ഇതെല്ലാം പൂട്ടി കാസർഗോഡ് നിന്ന് എല്ലാം പോയത് പോലീസ്, കേരള പോലീസ് കള്ളന്മാർ 40 പോകുമ്പോൾ 2 പോയെന്ന് പറയും. സ്വോത്രം. കാസർഗോഡും കരിവേടകവും ബന്ധെടുക്കുക ആര് കേട്ടാലും നമുക്കൊന്നുമില്ല. സ്വോത്രം. കറക്റ്റായിട്ട് നോക്കി എത്ര പേര് പോയി. അങ്ങോട്ട് ചെന്ന് ചേരുവല്ലയോ? മലയാളി പോയി, തമിഴൻ പോയി, എല്ലാവരും പോയി. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഇന്ന് ലോക്നാഥ് ബെഹ്റ, സന്ധ്യ, ശ്രീലേഖ, ADGPമാരെല്ലാം തിരുവനന്തപുരത്ത് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയുക, മക്കൾക്ക് വേണ്ടിയുള്ള ഡിപ്പോസിറ്റ് കാഞ്ഞിരപ്പള്ളി 10 ഏക്കർ തോട്ടമല്ല പാസ്റ്ററെ, ഫെഡറൽ ബാങ്കിലെ 2 കോടി രൂപയല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ഡിപ്പോസിറ്റ്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ. സ്വോത്രം. മിണ്ടത്തില്ല നിങ്ങൾ. സ്വോത്രം. അതുകൊണ്ട് ഞാൻ പറയുക, നല്ല ആലപ്പുഴ, നല്ല തൃക്കുന്നപ്പുഴ, കരിപ്പാട്, ഇതിൻ്റെ തൊട്ടടുത്ത നല്ല അയില കിട്ടും. പൊന്നമ്മ സിസ്റ്റർ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അയിലക്കകത്ത് ഉപ്പ് ചേർക്കണം. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞത് കേട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടരുതെന്നല്ല, അവിശ്വാസികളോട് കുഞ്ഞുങ്ങളോട് പറയണം, ഇണയില്ലാ പിണ കൂടരുത്. സാത്താന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്ന കാലം കണ്ടില്ലേ? നിമിഷ ഫാത്തിമയും സിൽവിയ തോമസും എല്ലാം പോയി കഴിഞ്ഞു. ഒരന്ത്യകാലത്തിലേക്ക് ലോകം വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നെഞ്ചു കീറി ഞാൻ പറയുന്നു, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുക. അത് മാത്രമല്ല, അവർ നിങ്ങളെ പള്ളി പ്രശ്നമാക്കി. നൈജീരിയ കണ്ടില്ലേ? നൈജീരിയയിൽ കഴിഞ്ഞ ക്രിസ്മസിന് ഏപ്രിൽ 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ 2ാമത് അധികാരമേറ്റ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. എവിടേക്കാ പോയ? ശ്രീലങ്ക. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ഈസ്റ്റർ ദിനം ഏപ്രിൽ 14 ISന്റെ മിലിറ്ററി എവിടെ? 3 കത്തോലിക്ക പള്ളി ബോംബ് സ്ഫോടനം, 300 പേർ മരിച്ചു. ശ്രീലങ്ക. തീർന്നില്ല, 2 ഹോട്ടലിൽ 400 പേർ മരിച്ചു. ആരാ ബോംബ് വെച്ചത്? അദാനിയെ പോലെ കാശുള്ളവന്മാർ, പോട്ടർമാരല്ല. ആ അന്വേഷണ ശ്രീലങ്കയിലെ സൈനിക മേധാവി അന്വേഷണ ഉത്തരവിട്ടു. വന്നു തിരുവനന്തപുരം. അവസാനം എവിടെ ചെന്ന്? പാലക്കാട് ഒരു കടയിൽ പെർഫ്യൂം വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ മൊബൈൽ സംവിധാനം ക്രോഡീകരിച്ച് ക്യൂബ്രാഞ്ചും NIAയും കേരള പോലീസും അന്വേഷണത്തിൽ എൻ്റെ സുഹൃത്ത് സഹിതം അവർ പിടിച്ചു. അവനെ കൊച്ചി കൊണ്ടുവന്ന്. കേൾക്കണോ മലയാളികൾ, കൊല്ലകടവാർ? അവൻ പറഞ്ഞെന്തോന്നറിയോ? 2019 കഴിഞ്ഞ ജനുവരി 1 ഞങ്ങൾ 3 ചാവേറിനെ കൊച്ചി ശരിയാക്കി വെച്ചിരുന്നതാ. പക്ഷേ ഡിറ്റണേറ്റർ എത്തിയില്ല. അല്ലെ പാപ്പാഞ്ചി കത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ കത്തിച്ചേനെന്ന്. സ്വോത്രം. കൊച്ചി തീർന്നേന്. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ കൊച്ചിയിൽ പോയി. അവരെന്നോട് ചോദിച്ചു, പാസ്റ്റർ ഏതാണ്ട് IS ഇവിടം വരെ വന്നു. പാലക്കാട് ഉക്കട സ്ട്രീറ്റ്, കൊച്ചി ക്യൂ ബ്രാഞ്ച്, കോയമ്പത്തൂർ റെയ്ഡ്. ദാണ്ട് അവര് പറഞ്ഞിരിക്കുന്നു ഇവിടെയും ബോംബ് വെക്കുന്ന. ഞാൻ അവരോട് പറഞ്ഞു, പെട്ടകം പണിയാൻ ദൈവമാസോ രോഗയോട് പറഞ്ഞത്. പെട്ടകത്തിനകത്ത് കയറേണ്ട ലിസ്റ്റും സ്വർഗം കൊടുത്തു, ബ്ലൂ പ്രിന്റ് സ്വർഗം കൊടുത്തു. പെട്ടകത്തിന് കുറ്റിയിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കൊച്ചിക്കകത്ത് ISന്റെ മിലിറ്ററി വന്ന് ബോംബ് പൊട്ടുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൊല്ലകടവിൽ വീട്ടിനകത്തോ റോഡിനകത്തോ കേൾക്കുന്ന ദൈവമക്കളെ, എല്ലാത്തിന്റെയും അവസാനം മാത്രമല്ല, ഇന്ന് രാത്രി കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങി വാ കൊല്ലകടവേ. മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി കൊല്ലകടവിന്റെ കട്ടകമിട്ട് നെഞ്ചുകേറി പറയുന്നു, നീ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ
ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക. എന്റെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. You will watching in your media April 14 the mass conducted the Easter day in Sri Lanka. 3 churches attacked in the morning 9:40 a.m. 300 people passed in away. Also they will target in Negombo, Hilton and Sheraton multi-star hotels. They will attack at 10 o'clock. Maybe 400 people passed. അങ്ങനെ ഒറ്റ സമയം 400 പേർ പാസ് ഔട്ട് ചെയ്യുന്ന കണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും, ഇറാഖിൽ ഒരു നായാട്ട് വീരൻ ജിഹാദി ജോൺ, അവൻ എത്ര പേരുടെ തലയിറത്തു? 400 പേരുടെ തല, കുഞ്ഞുങ്ങളുടെ തല ഷോള് വെച്ച് പൊതച്ചറത്തില്ലേ? ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കും, ആ മിലിറ്ററിയുടെ നേതാക്കൾ ഇവിടെ വരത്തില്ലേ? കൊല്ലകടവ് IS വരത്തില്ലേ? നിങ്ങളുടെ തലയെ ഷോള് പതപ്പിക്കത്തില്ലേ? അച്ചായ അമ്മാമ, ഇന്ന് രാത്രി ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, ISന്റെ മിലിറ്ററി ഇവിടെയും വരും. നിങ്ങളുടെ കലയിൽ ഷോള് പുതപ്പിക്ക്, നിങ്ങളുടെ കഴുത്തറത്ത് രക്തം താഴെ വീട്. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ISന്റെ മിലിറ്ററി ഇവിടെ വന്ന് നിങ്ങളുടെ കഴുത്തറത്ത് നിങ്ങളുടെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോൾ അവന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഈ തലമുറയിൽ മരണം കാണാതെ എടുക്കപ്പെടും. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. Time is come now. 3 കാര്യം കൂടെ പറയുമ്പോൾ സന്ദേശം കൃത്യസമയത്ത് അവസാനിക്കും. വരുന്നു ഇന്ത്യയുടെ സെക്യൂരിറ്റി നമ്പർ. ആരാ പറഞ്ഞിരിക്കുന്നത്? മിസ്റ്റർ അമിത് ഷാ, സജു ചാത്തന്നൂരല്ല. 1 man, 1 വേൾഡ്, 1 ആധാർ, 1 സെക്യൂരിറ്റി, NRC, ആധാറിന്റെ ചേട്ടൻ NPR, എല്ലാം ഒരേ കാർഡിൽ മനുഷ്യനക്കത്തിൽ. വായിക്കാം കുഞ്ഞെ. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 13 വേഴ്സ് 16 and 17, 18. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈ മേലോ. ഒരു സെക്കൻഡ് അവിടെ നിൽക്കട്ടെ. 2 മിനിറ്റാലും കേൾക്കണം. എല്ലാവരും ഒരേ ക്യൂവിൽ വരുമെന്ന് വല്ലവരും മിണ്ടുന്നോ? എല്ലാവരും ഒരേ ക്യൂവിൽ. പണ്ടിത് പറഞ്ഞാൽ ഏക്കത്തില്ല. എല്ലാവരും ഒരേ ക്യൂ എന്ന ദിവസം അറിയാമോ? 2017 നവംബർ 6 നോട്ട് നിരോധിച്ചു. കൊല്ലകടവ് പഞ്ചായത്ത് നോക്കുന്ന പൊന്നമ്മ സിസ്റ്ററും NRI ദുബായിൽ അച്ചായനും ഇവിടെ ബാങ്കിൽ ക്യൂ എന്ന് കിട്ടിയത് 4000 ഉലുവ. വല്ലവർക്കും അറിയാം? സ്വോത്രം. സമ്പന്നൻ ചെറിയവൻ, വലിയവൻ ദരിദ്രൻ ദാസൻ, ചലനമില്ല. പോവുക ഇതൊക്കെ. 2 മഹാപ്രളയം. മുട്ടപ്പള്ളിയുടെ സ്ഥലം റാന്നി. ഞങ്ങളുടെ യുവജന സംഘടന ചില സാധനമായിട്ടേ പോയി. സ്വോത്രം. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ലേഡീസിൻ്റെ ക്യാമ്പിലാണ് ചെന്നത്. സ്വോത്രം. സാധനങ്ങൾ കൊടുക്കാൻ ചെന്ന ക്യാമ്പിൽ ഇരുന്ന കോർഡിനേറ്ററിൻ്റെ പരിചയക്കാരൻ കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് പോയത്. സാരിയൊക്കെ ഞാനും വാങ്ങിച്ചു കൊടുത്തു. സ്വോത്രം. അച്ചായ എനിക്ക് കാപ്പി കുടിക്കാം. ഞാൻ ചായ കുടിച്ചു. എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാർ സാധനം കൊടുക്കുന്നു. എന്തൊരു നല്ല ക്യൂ. ബിവറേജസിൽ പോലും തള്ള, പക്ഷെ അവിടെ നല്ല ക്യൂ ആയിരുന്നു. സ്വോത്രം. സഹോദരിമാർ കോട്ട വേണ്ട, ഓർഗൻറ്റി വേണ്ട, ഏതും പേടിക്കുക. സ്വോത്രം. കാച്ചാണത്തെ വർക്കിച്ചാനും ചിന്നമാമയും കവറിയപ്പാത്തിയും തിന്നുന്നു. സമ്പന്നൻ ചെറിയവൻ, വലിയവൻ ദരിദ്രൻ ദാസൻ. ഇവ എന്നോട് പറയാ പ്രളയം വന്നത് നന്നായെന്ന്. സ്വോത്രം. ഞാൻ ചോദിച്ചു, മേലാ പറയരുത്, രാത്രി വല്ലതും കേട്ടാൽ തന്നെ റെഡിയാക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അപ്പോഴവൻ പറഞ്ഞ, സഹോദരിമാരായ ഈ ക്യാമ്പിൽ എല്ലാവർക്കും 2 പായും 2 ബെഞ്ചും 1 തലങ്ങണയും. അന്നാ ഞാൻ മലയാളം പഠിച്ച കവിയുടെ പാട്ടോർത്ത്. പൂന്താനം മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും പവാൻ. റാന്നിയിൽ അച്ചായമാരും ഡള്ളപ്പെട്ടിനകത്ത് AC മാറ്റി വിട്ട് അടിച്ചവനെല്ലാം നാ കിടക്കുന്നു. സ്വോത്രം. തീർന്നില്ല. സംസാരത്തിന് മുൻപന്തിയിൽ ആരാ? കുഴപ്പമില്ല, ലൈവ് കാണട്ടെ. മയിൽക്കുറ്റി പോലിരുന്ന അച്ചായന്മാരാ റാന്നിക്കാർ. ഇന്നലെ രാത്രി കല്യാണി മുക്കിലായിരുന്നു. ഞാൻ തൂത്തുറക്കി അടിച്ചേക്കോ. സ്വോത്രം. ഗുണപ്പെടാൻ. സ്വോത്രം. ലൈവ് നോക്കിയാൽ മതി. സറാബ്സ് നോക്കിയാൽ ബാക്കി കൊടുത്തിട്ടുണ്ടെന്നല്ലേ. സ്വോത്രം. ഇവ എന്നോട് പറഞ്ഞെന്തോ തരേ, അച്ഛാ സഹോദരിമാർ രാത്രി സംസാരം തുടങ്ങും. 1ാമത്തെ ബെഞ്ചിനകത്ത് ചിന്നമ്മ സിസ്റ്റർ, 2ൽ റോസമ്മ, 3നകത്ത് ജൈനമ്മ, 4 പഠിക്കുന്ന മോള് രശ്മി, 5ൽ ജോയ്സി.
രാത്രി 9:30 അവൻ ടെലിവിഷൻ ഓഫ് ചെയ്യും. ചിന്നമ്മ റോസമ്മയോട് ചോദിക്കും ഏത് സിസ്റ്റർ ഏത് പാടില്ല, പഴവങ്ങാടി 10. ഉടനെ അപ്പുറത്ത് രശ്മിയോട് ചോദിക്കും മോളെ ഏത് പാടില്ല, 10. മോളെവിടെ, സെൻറ് തോമസ് കോളേജിൻ്റെ അടുത്ത്, ഏത് പാടില്ല, 10-ാം വാർഡ്. എൻ്റെ പൊന്ന് കർത്താവ്, നമ്മൾ 1000 പേരെ ഒരു വാർഡിലുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തന്നെ അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴാന്നല്ല അറിയുന്നത്. പറ്റിയില്ലേ? ഹംഗോ ദോ ബച്ച, നാം 2 നമുക്ക് 2. ഹംഗോയെ കച്ചാക്കാർ ഊപ്പർവാല ദിയ, മേളിലിരിക്കുന്ന ദൈവം തന്നു. താഴെ 2 കമര, മേളിൽ 2 കമര. അപ്പൻ അപ്പൻ നീച്ചെ കമര, സാംസങ് ഗാലക്സി ഞെക്കിക്കൊണ്ടിരിക്കുന്നു. മോളിൽ 2 കമര, കുഞ്ഞുങ്ങൾ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നത് പോലെ. സ്വോത്രം. പള്ളി വരുന്നവനെ അറിയത്തില്ല, കൺവെൻഷൻ വരുന്നവനെ അറിയത്തില്ല, ആരെ അറിയത്തില്ല. പ്രളയം വന്നപ്പോൾ അവറാച്ചാന് തോമാച്ചാനെ അറിയാം, ചിന്നമ്മയ്ക്ക് ജൈനമ്മ അറിയാം, റോസമ്മയ്ക്ക് രശ്മിയെ അറിയാം. സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. റെഡിയായോ? സ്വോത്രം. ഞാൻ ഇടയ്ക്ക് ദീർഘദിവസം അനന്തപുരി ആശുപത്രി സുഖമില്ലാടുന്നു. ഒരുപാട് പേരെന്നെ കാണാൻ വന്നു. അത് കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു സിനിമാ നിർമ്മാതാവ്, എൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരാ, കുടുംബമായിട്ട് വന്നു. സ്വോത്രം. എൻ്റെ കാലെ ഡ്രസ്സ് ചെയ്ത് കൈയൊക്കെ ട്രിപ്പിട്ടേക്ക് കണ്ടിട്ട് പുള്ളി ചോദിച്ചു, എൻ്റെ സജുപാസെ പ്രസംഗിക്കുന്നവർക്കും രോഗം വരുമെന്ന്. സ്വോത്രം. നിങ്ങൾ രോഗശാന്തിക്കാരില്ലയോ? ഞാൻ പറഞ്ഞു അത് മറ്റൊരേശു, മറ്റൊരാത്മാവും, മറ്റേ സുവിശേഷം. ഞങ്ങളുടെ യേശു രോഗശീലിച്ചവനായിരുന്നു. അപ്പോൾ എന്നോട് പറയാം, എറണാകുളത്ത് പ്രസംഗിച്ചത് കടുങ്കയ്യായിപ്പോയെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും പേര് പറഞ്ഞില്ലല്ലോ, ഇടയ്ക്ക് ലുട്ടാപ്പീന്നങ്ങാണ്ടേ അടിച്ചാണ്, പേര് പറയുന്നത് എൻ്റെ ജോലിയല്ലല്ലോ. സ്വോത്രം. അപ്പോഴാ പറഞ്ഞ അന്ന് പറഞ്ഞില്ലേ മാളിക മേളിലിരിക്കുന്നവനെല്ലാം താഴെ ഇറക്കുമെന്ന്. അതിന് ഞാൻ എന്തോ ചെയ്തു സാറേ? അപ്പോഴാ പുള്ളിക്കാരൻ പറഞ്ഞ് ആ മരട് ഫ്ലാറ്റ് വിളിക്കാൻ കത്ത് വന്ന്. സ്വോത്രം. ഇപ്പം ജോൺ ബ്രിട്ടാസും രഞ്ജിനി ഹരിദാസും നമ്മുടെ മേജർ രവി കോഴഞ്ചേരിയിൽ നിന്ന് വിറ്റ് പറക്കി അമ്മാമ്മ റാന്തലും പിടിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. തീർന്നോ? സ്വോത്രം. ഞാൻ പറയുക, ഇന്നലെ എവിടെയോ പറഞ്ഞു, മുളക്കോടെ പറഞ്ഞു, എറണാകുളത്ത് വീണ്ടും വെള്ളം കയറാൻ പോവുക. കൊഴുവല്ലൂക്കാരോ കോടകുളഞ്ഞിക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലാറ്റ് വിറ്റ് കാശ് മേടിച്ചേക്കണേ. കോഴഞ്ചേരിയിൽ അമ്മാമ്മയുടെ കണക്ക് കരയാൻ പോവുക. 2030 വെള്ളം കയറാൻ പോവുക. അവിടെ ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് സമ്പന്നൻ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ. ദാ പറയുന്നു, വലം കൈമേലും നെറ്റിമേലും. വായിക്കാൻ മോളെ വേഗത്തിൽ. വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും, മുദ്ര കിട്ടുമാറ്. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. NRC കം ടു ഇന്ത്യ അക്കത്തിൽ അറിയപ്പെടാൻ പോകുന്നു. അതിന്റെ സംഖ്യ, അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. ഇന്ത്യ ആധാർ, ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്ക അമേരിക്കൻ ഐഡന്റിറ്റി, ആസ്ട്രേലിയ ആസ്ട്രേലിയയുടെ ഐഡന്റിറ്റി. മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്നു. സജുജാത്തന്നൂരല്ല, ഇന്ത്യയുടെ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു ആധാർ, ഒരു വോട്ടേഴ്സ് ഐഡന്റിറ്റി, ഒരു പാസ്പോർട്ട് നമ്പർ. ദാറ്റ് മീൻസ് NRC. അതിപ്പം ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ആധാറിന്റെ മൂത്തയേട്ടനെ വീണ്ടും കൊണ്ടുവരാൻ പോകുന്നു. NBR. മനുഷ്യൻ അക്കത്തിൽ 6 അക്ക നമ്പർ. കണ്ടോ? ഇതെങ്ങനെ 18 അക്കം വരുന്നത്? സ്വർഗത്തിന് 3 ഘടകം. കേട്ടോണ്ടേന്ന് പോകാവൂ. 1 പിതാവായ ദൈവം, 2 പുത്രൻ ക്രിസ്തു, 3 കാര്യസ്ഥൻ പരിശുദ്ധാത്മാ. സാത്താൻ 3. വെളിപ്പാട് 21 സാത്താൻ. വെളിപ്പാട് 13 മൃഗം. വെളിപ്പാട് 13 കള്ളപ്രവാചകൻ. അതായി 666. അങ്ങനെയെങ്കിൽ പണ്ട് വല്ലോരും പ്രസംഗിച്ചാൽ ഏക്കുവോ? മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്നെന്ന് പണ്ട് പറഞ്ഞാൽ നമുക്ക് ചൂടാന്ന് പറയും. സ്വോത്രം. ഇന്ന് അതൊക്കെ മാറിയില്ലേ? മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കാര്യം പിടികിട്ടിയില്ലേ? എന്താ കാര്യം? ദാ കിടക്കുന്നു 2009. മറ്റൊരവസരത്തിൽ മാവേലിക്കരെ കൊല്ലകട വരുമ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് 150 കോടി ജനത്തെ ഒറ്റ അക്കൗണ്ടിൽ കൊണ്ടുവരുവാൻ ഇന്ത്യ വന്നു. ആധാർ എല്ലാവർക്കും അറിയാമോ ഇതിനെപ്പറ്റി? ആധാർ 12 അക്ക നമ്പർ. ആർക്കും അറിയത്തില്ലേ ആധാർ? ഇവിടെ ആർക്കും കിട്ടിയില്ലേ? സ്വോത്രം. കൈയൊന്ന് ഉയർത്തിയാട്ടെ. ആധാർ. സ്വോത്രം. മിണ്ടുന്നില്ല. പോകാൻ താല്പര്യമില്ല. ഇവിടെ നിൽക്കത്തേ ഉള്ളു. ദാണ്ടേ എന്തിനും ആധാർ. കുഞ്ഞ് ജനിച്ചാൽ ആധാർ. റേഷൻ സബ്സിഡി ആധാർ. കോടകുളഞ്ഞില് അമ്മണി സിസ്റ്റർ ഗ്യാസിന്റെ സബ്സിഡി ആധാർ. അവറാച്ചാൻ കരമടയ്ക്കുന്ന ആധാർ. തീർന്നില്ല. ബാങ്ക് അക്കൗണ്ട് ആധാർ. എല്ലാ ആധാർ. വഴിയാധാരമായില്ലേ? സ്വോത്രം. പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും ദുഃഖവാർത്ത. ശവടക്കാനും ആധാർ. ആധാർ റിലേറ്റഡ് ടു സെമിത്തേരി. സ്വോത്രം. അത് മലയാളിയെ ഉദ്ദേശിച്ച. അച്ചായം മരിച്ചാലും നമ്മളെ ഒന്ന് റേഷൻ മേടിക്കും, മണ്ണെണ്ണ മേടിക്കും. സ്വോത്രം. പെൻഷനും മേടിക്കും. സ്വോത്രം. എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവൻ തിരുവനന്തപുരത്തെ സിവിൽ സപ്ലൈ ഓഫീസർ. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ കണ്ട് ചായ കുടിച്ചു. അവ എന്നോട് പറഞ്ഞു, എൻ്റെ ജേക്കപ്പെ വീട്ടിൽ ഈ സ്റ്റേജിൽ ഒന്ന് പറഞ്ഞേക്കണേ, അച്ചായൻ ചത്തിട്ട് റേഷൻ മേടിച്ചാൽ കിലോയ്ക്ക് 40 കൊടുക്കണമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് ഞാൻ കോടകുളഞ്ഞിയിൽ അമ്മാമ്മയോട് അച്ചായനോട് കൊഴുവല്ലൂർ പറയാം, അപ്പച്ചൻ മരിച്ചിട്ടുണ്ട്, നാളെ ബന്ധു കഴിഞ്ഞ് മറ്റന്നാൾ കൊണ്ട് പേര് വെട്ടിച്ചോണം, ഇല്ല കിലോ 40 മേടിക്കും. സ്വോത്രം. റിലേറ്റഡ് ടു ആധാർ. തീർന്നില്ലേ? അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ 2013 ഞാൻ പഠിച്ചിറങ്ങിയതാ. ഡിജിറ്റൽ ഇന്ത്യ.
അന്ന് ഇപ്പോഴാ നിങ്ങൾ ഇവിടെ കാണുന്ന സേവന ഡിജിറ്റലിന്റെ അക്ഷയ 2030 ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഞാൻ പങ്കെടുത്ത് പഠിച്ചത്. ആധാർ ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്ക് വാങ്ങിച്ചു. ആധാറിന്റെ ടെക്നോളജി ആരുടെ? ഇസ്രയേലിന്റെ സോഫ്റ്റ്വെയർ. ഇത് ഫാസ്റ്റാഗ് കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താം. അങ്ങനെയെങ്കിൽ അതിനെ ആരും ചൂഴ്ന്നെടുക്കാൻ പറ്റത്തില്ല. വിവരമൊക്കെ കിട്ടി നമ്പർ ഒരിക്കലും കള്ള നമ്പർ കയറ്റാൻ പറ്റത്തില്ല. ഇസ്രയേലിന്റെ സോഫ്റ്റ്വെയർ ആധാർ. അതുകൊണ്ട് പാൻ കാർഡ്, റേഷൻ കാർഡ്, കമ്പ്യൂട്ടർ കാർഡ്, നിങ്ങളുടെ വളം, സബ്സിഡി എല്ലാം ഒറ്റ ലിങ്ക്. ഇപ്പോഴാ കൊടുവല്ലൂർ അച്ചായൻ ബന്ധപ്പെടുന്നത്. അച്ചായ 3 കോടി 4 ബാങ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും പിടിക്കും. ഒറ്റ ആധാർ അടിച്ചാൽ മതി, തീരാൻ പോവുക. സ്വത്രം തീർന്നില്ല. തിരുവനന്തപുരത്തും കർണാടക ഷിമോഗ ഭൂമി ഉണ്ടെങ്കിൽ കരമടയ്ക്കുന്ന ആധാറിൽ അച്ചായൻ എവിടെ അടച്ചാലും പിടിക്കും. ആധാർ പോയി. നമ്പർ 1 ആധാർ. നമ്പർ 2 ആധാറിന്റെ മൂത്ത ഏട്ടം വന്നു. ഹാത്ത് ദണ്ഡമാക്കൻ ജിയോ ലേക്കേജ് ആവോ, ഹാത്ത് ദണ്ഡമാക്കൻ റേഷൻ ലേക്കേജ് ആവോ, ഹാത്ത് ദണ്ഡമാക്കൻ മൊബൈൽ ലേക്കേജ് ആവോ. ആധാറിന്റെ 2ാം ടൈപ്പ് വന്നില്ലേ? ഹിന്ദിക്കാരൻ കൊല്ലകടവ് ഇരുന്ന് രാവിലെ ചേച്ചി പോകുമ്പോൾ വിളിക്കത്തില്ലേ? ആത്തിരക്കോ ദണ്ഡമാക്കൻ ജിയോ ലേക്കേജ് ആവോ. വായിക്കാം. ആഫ്റ്റർ ആധാർ വരാൻ പോവുക. ചിപ്പിലേക്ക് വരുക. ആഫ്റ്റർ ആധാർ വായിക്കാൻ പോലെ. ഇയ്യോബ് 37:7 വായിക്കാം. സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയുവാൻ തക്കവണ്ണം, താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. മുദ്രയിട്ട കാര്യം അറിയാമോ? എന്തിനു വേണ്ടി മുദ്രയിട്ട? തീരാൻ പോവുക. 1 റേഷന് വേണ്ടി, 2 മൊബൈലിന് വേണ്ടി, 3 കണ്ടില്ലേ സിം കാർഡിന് വേണ്ടി. നമ്പർ 1 പണ്ട് റിലയൻസിന്റെ സിം എടുക്കാൻ പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ. ഇന്ന് അത് വേണോ? വേണ്ട. ഇന്ന് കൈവച്ചാ മതി. 2 റേഷൻ മേടിക്കാൻ പണ്ട് കടയിൽ പോയ കാർഡ്. ഇന്ന് അത് വേണോ? ഒരു ടെക്നോളജി പറഞ്ഞുതരാം. ഞാൻ പുനലൂരെ കുഞ്ഞുങ്ങൾ, റാഫ, ഇവിടുത്തെ പാസ്, ഡാനിയൽ, ഞങ്ങളെല്ലാം കൂടെ റേഷൻ കടയിൽ പോയി. ഞങ്ങൾ കാർഡ് കൊണ്ടുപോയില്ല, പകരം നമ്പർ കൊടുത്തു. ഈ പോസ് കൈവച്ചു. റേഷൻ കിട്ടുമോ? റേഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ ഞങ്ങളുടെ കൈക്കകത്ത് ഒരു രേഖയില്ലേ? ഇതാരാ വരച്ചത്? നിങ്ങൾ കൊല്ലകടവിൽ കൈവെക്കുമ്പോൾ ഡൽഹിയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ റേഷൻ തരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈക്കകത്ത് ഒരു രേഖയുണ്ട്. ആ രേഖ വരച്ചതാരാ? സങ്കീർത്തനം 139. എന്താ ദൈവമേ, നീ ഞങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു, നീ ഞങ്ങളെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. ഞങ്ങളുടെ നടപ്പും കിടപ്പും നീ അറിയുന്നു. ഞങ്ങൾ ആകാശത്തിൽ ചിറകടിച്ച് കയറിയാലും നീ അവിടെയുണ്ട്. ഭൂമിക്കടിയിൽ പാതാളത്തിൽ കിടക്ക വിരിച്ചാലും നീ അവിടെയുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ്, പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ എൻ്റെ കണ്ണെന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ എനിക്ക് വേണ്ടതെല്ലാം അവൻ ഒരുക്കിയെങ്കിൽ, ഇന്ന് രാത്രി കൊല്ലകടവിയിരിക്കുന്ന അമ്മണിമാമേ, അവറാച്ചായ, നിങ്ങളുടെ കയ്യിൽ രേഖ വരച്ചിരിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. നിന്റെ തലയിലെ ഒരു മുടിനാര് പോലെ താഴെ വീണാൽ അവൻ അറിയുന്നെങ്കിൽ, ഇന്ന് രാത്രി കൊല്ലകടവിൽ കൈവെക്കുമ്പോൾ ഹല്ലേലൂയ, ഡൽഹിയിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടർ 4 കിലോ പച്ചരി, 3 കിലോ വെള്ളേരി, 2 കിലോ കുത്തരി, 1 ലിറ്റർ മണ്ണെണ്ണയും പറയുമെങ്കിൽ, നിങ്ങളുടെ കൈക്കകത്ത് രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് റേഷൻ കൈവച്ച് ആരെങ്കിലും ആഹാരം മേടിച്ച് അരി മേടിച്ചവർ ഇനി മന്ത്രവാദിയുടെ കൈക്ക് കൈ കൊടുക്കരുത്. ചക്കുളത്തുകാവിൽ പോയാലും കൈവെക്കരുത്. ഇന്ന് രാത്രി നിന്റെ കൈക്കകത്ത് രേഖ വരച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. 2013 തിരുവനന്തപുരം പട്ടണത്തിൽ ദാണ്ട് ഈ പോസിനെ പറ്റി പ്രസംഗിച്ചു. അന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് പലരും പറയുക എനിക്ക് ബുദ്ധി കൂടി, തലയ്ക്ക് ഭ്രാന്താന്ന്. സ്വോത്രം. പലരും പറഞ്ഞു. കഴിഞ്ഞ 2018 അതേ സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. റേഷൻ കട ശോഭനം ചേട്ടനും രമേശയും പ്രിയ ചേച്ചിയും കൈവെക്കുന്നു. ആ തിരക്കോ ദണ്ഡമാക്കാൻ റേഷൻ ജില്ലയ്ക്ക് ജാവ് 4 കിലോ വെള്ളം, 3 കിലോ പച്ച, 2 കിലോ കുത്തരി. സ്വോത്രം. കണ്ടില്ലേ? ഇത് പറയുമ്പോൾ ഇന്നത്തെ വചനമാ നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്പർ 1 ആധാർ. നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പിന് എന്താ? എയർപോർട്ടിൽ ഒന്നും പാസ്പോർട്ട് വേണ്ട. കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ID കാർഡ് എല്ലാം സ്കൂളിൽ മാറ്റാൻ പോകും, എല്ലാം കൈവെക്കാൻ പോകുന്നു. തീർന്നില്ല. ഞാൻ ഈ മൊബൈൽ കണക്ട് ചെയ്ത് എത്ര പേരുണ്ട്? മൊബൈൽ കണക്ട് ചെയ്ത്, മൊബൈൽ എക്സ്ചേഞ്ച് ഇപ്പോൾ കണക്ട് ചെയ്ത് സയൻസ് പറഞ്ഞുതരാം കേട്ടോ. മൊബൈൽ എക്സ്ചേഞ്ച് കണക്ട് ചെയ്യാൻ പോയ കൈ ഉയർത്താം. ആർക്കെങ്കിലും മൊബൈൽ നമ്പർ കണക്ട് ചെയ്യാൻ BSNL പോയ ആരും കണക്ട് ചെയ്തില്ലയോ? BSNL മൊബൈൽ കണക്ട് ചെയ്യാൻ കൈവെക്കാൻ ആരും പോയില്ലേ? മൊബൈൽ കണക്ട് ചെയ്യാൻ അച്ചായ മാത്രമേ പോയിട്ടുള്ളൂ. വേറെ ആരുടെ മൊബൈല്? അമിത്ഷാ ഇപ്പൊ കൊണ്ടുവരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കട്ടാവുമ്പോൾ അറിയാം. സ്വോത്രം. കണ്ടില്ലേ? ഞാൻ ജാത്തന്നെ കണക്ട് ചെയ്യാൻ പോയി, കൈവച്ചു. ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ആധാർ നമ്പർ പറയും. ഞാൻ ആധാർ കൊണ്ടുപോയില്ല. 8141 41 31 12. അവൻ ഞെട്ടിപ്പോയി. അവൻ എന്നോട് ചോദിക്കുക, എൻ്റെ സാറേ ഇത് ഇത്ര സ്പീഡ് എങ്ങനെ പറഞ്ഞു?
ഞാൻ പറഞ്ഞു മോനെ 400 പ്രസംഗം തലയിരിക്കുന്നത് പിന്നാന്ന് ഈ 12 നമ്പർ പറയാനെന്ന്. സ്വോത്രം. കൈ വെച്ച സമയത്താണ് ഞാൻ കണ്ടത്. ആകെ പ്രസംഗിച്ച് ക്ഷീണിച്ച് മുഖമെല്ലാം കരുവാളിച്ച ഞാൻ നോക്കിയപ്പോൾ സിനിമാ നടൻ ദിലീപിൻ്റെ കണക്ക് കമ്പ്യൂട്ടർ. സ്വോത്രം. നോക്കിയപ്പം താഴോട്ട് എൻ്റെ വീട്, ആധാർ, ID നമ്പർ. ഒന്നുകൂടെ കൈവെക്കാൻ പറഞ്ഞ് കീ കൂക്ക് ഒറ്റയടി ഒരു നമ്പർ കിട്ടി. അതിൻ്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ്. ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിനകത്ത് കൈവച്ച് എല്ലാവരും ഇനി എവിടെ മതിലയാടിയാലും പിടിക്കും. സ്വോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെങ്കൽ ചൂളല പ്രസംഗിച്ച് കുണ്ടുകാട് സാബു, ഓംപ്രകാശും, പുത്തമ്പാലൻ, രാജേഷും ഒക്കെ ഇവനെല്ലാം ഞാൻ ബൈബിൾ കൊടുത്ത് ഒരു പരുവത്തിൽ കൊണ്ടുവരിക. അവരോട് ഞാൻ പറഞ്ഞു മോനെ പൾസർ സുനിയെ കറക്കിയതുപോലെ പിടിക്കും, അതുകൊണ്ട് കൈവച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ കൊലപാതകത്തിന് പോകരുത്. ഇതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്നോർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. പ്രവചനം നിവർത്തിയായില്ലേ? സ്കൂളിൽ കൈയിട്ടു, ആധാറിൽ കൈയിട്ടു, റേഷന് കൈയിട്ടു, തീർന്നില്ല, പാൻ കാർഡിന് കൈയിട്ടു, ഹാത്തിരക്കോ ദണ്ഡമാക്കൻ 5Gക്കും കൈയിട്ടു. സ്വോത്രം. തീരാറായി ലോകം. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 2018 നിങ്ങളുടെ ATM കാർഡിലെല്ലാം ഒരു ചിപ്പ് വന്നു. ഇന്ന് എല്ലാ കാർഡും ഇതില്ലാ പറ്റുമോ? ഇല്ല. ഇതിനകത്ത് 4 ചിപ്പ് കയറ്റാം. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA 4 ചിപ്പ്. ഇതിട്ടെങ്കിലേ പൈസ കിട്ടൂ. 1 വേ വേൾഡ് ഓർഡർ വന്നു കഴിഞ്ഞു. ആധാർ പോയി, ഇനി ഒരിടത്തും ആധാർ വേണ്ട. ആ തിരക്കോ. അത് കഴിഞ്ഞ് ദാ വന്നു ബാങ്ക്. ഇതിന്റെ പേരാ നാനോ, സിലിക്കോൺ, മൈക്രോ. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് എവിടെ വരും? കൊല്ലകടവിൽ അമ്മണി ചേച്ചി കൊളനട പൈസ എടുക്കാൻ നിൽക്കും. ഇങ്ങനെ പൈസ എടുക്കാൻ നിൽക്കുമ്പോ ഹിന്ദിക്കാരൻ പാടത്തില്ലേ, തുച്ചെ ദേക്കാ തോഹേ ജാനാസനം. അമ്മാമയെ നോക്കാനല്ല, കാശ് കിട്ടി അവൻ അടിക്കും, കാറിനടിച്ചുകൊണ്ടു പോകും. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം എല്ലാ സ്ഥലത്തും സ്കിമ്മർ വെച്ചുണ്ടാക്കി. അങ്ങനെയെങ്കിൽ കൊളനട കാണാൻ പോകുന്ന ഒരു വാർത്ത ഞാൻ ഇന്ന് പറയാൻ പോവുക. കേട്ടോണം, പത്രത്തിൽ വരും. സ്വോത്രം. ഇപ്പൊ ATM മെഷീൻ കുത്തി തുറക്കുക, കണ്ടില്ലേ? ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കൊല്ലകടവിൽ റോഡിൽ ഒരു നല്ല മരം നിൽക്കുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ എന്നും രാവിലെ ബൈക്കിൽ പോകുമ്പോൾ മരം കാണാം, ചന്ദനമരം. രാവിലെ കുറ്റി നിൽക്കുന്നു, മരമില്ല. അതുപോലെ കൊളനട പന്തളമുള്ള ATM JCB വെച്ച് പൊഴുതുകൊണ്ട് പോകാൻ പോകുന്നു. സ്വോത്രം. തീരാൻ പോവുക. അങ്ങനെയെങ്കിൽ ഇതിവിടെ വരും, കൈമേലും നെറ്റിമേലും. എത്ര ക്ലിയർ! നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 എവരി ATM കണ്ടൻസ് 4 ചിപ്സ്, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. അങ്ങനെയെങ്കിൽ ഈ ചിപ്പ് കൈമേലും നെറ്റിമേലും. പണ്ടങ്ങാണ് ഇത് പ്രസംഗിച്ചാൽ വല്ലവരും അറിയോ? ദാ കിടക്കുന്നു. നമ്മുടെ മെഡിക്കൽ മിഷനിൽ ഒരു നേഴ്സ് മതി 2 മിനിറ്റ് കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യാം. ഹ്യൂമൻ ട്രാക്കിംഗ് സബ്നോർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. എവിടെ ചിപ്പ്? അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ ചിപ്പ് വച്ചു. ദാ കിടക്കുന്നു. തീർന്നില്ല. ആസ്ട്രേലിയയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി, സകലയിടത്തും ചിപ്പ്. നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 ദാ വരുന്നു. നിങ്ങളുടെ ATM കാർഡിൽ മെഷീൻ കുത്തി തുറന്നാൽ ഇനി വേണ്ട കയ്യിൽ വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ പേടിഎം. വെറുതെ സൂപ്പർ മാർക്കറ്റിൽ കാണിച്ച അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. അമേരിക്ക മൊബൈൽ ഫോൺ കാണിച്ച കട്ടാവും. ഓൺലൈൻ ട്രാൻസാക്ഷൻ കാശില്ലാത്ത കാലം. കൈമേലും നെറ്റിമേലും ചിപ്പ് വരും. 2035 in every will, content in chip in maybe your hand, otherwise your head. മക്കളെ, 2017 ചാലക്കുടി കൊരട്ടി കത്തോലിക്കരടക്കിയ നെഞ്ചേറി പ്രസംഗിക്കാം. ISROയിലെ സയന്റിസ്റ്റിന്റെ കൂട്ടുകാരൻ കൂടുണ്ട്, ലൈവ് എടുത്തുകൊണ്ടിരിക്കുക. ഈ കുഞ്ഞുങ്ങൾ ലൈവ് കൊടുക്കുന്ന പോലെ അമേരിക്കയെ കൊടുത്തു. ഞാൻ ഈ അമേരിക്കയിൽ ഈ പ്രസംഗം കണ്ട പുള്ളിക്കാരൻ പിറ്റേ ആഴ്ച എനിക്ക് വേണ്ടി പോസ്റ്റർ ഇട്ടു, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം. അവനെ ഇപ്പോഴത്തെ കുട്ടൂസം പേര് ഞാൻ പറയുന്നില്ല. സ്വോത്രം. എല്ലാവരും എന്നോട് പറഞ്ഞു അവനൊരു മറുപടി കൊടുക്കാൻ. ഞാൻ കൊടുത്തില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 21 മുതൽ 28 വരെ ദുബായിലും ഷാർജയിലും ചർച്ചകോടിന്റെ ജനറൽ കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. 2-ാം തീയതി അവർ പരസ്യം കൊടുത്തു, സജു ചാത്തന്നൂർ കർത്താവിന്റെ വരവ് അനന്തര സംഭവങ്ങളും പ്രസംഗിക്കുന്നു. ഇവൻ വീണ്ടും കൊടുത്തതാ ചിപ്പ് പണ്ഡിതൻ ദുബായിലേക്ക്. ഞാൻ ആരോടും പറഞ്ഞില്ല. നെഞ്ച് കീറി 2.5 മണിക്കൂർ ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതാ. എത്ര വയ്യാങ്കിലും ഞാൻ വീട്ടിനകത്ത് രാത്രി പ്രസംഗിച്ചിട്ട് മുട്ടുമടക്കി, കർത്താവേ എത്ര കൊല്ലം കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു, ഇത്രയും സയൻസ് പഠിക്കാൻ കൃപ തന്നു, എനിക്കെതിരെയാന്നല്ലോ ഈ പോസ്റ്റ്, നീ മറുപടി കൊടുക്കണം.
ഒക്ടോബർ 8-ാം തീയതി നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, വിളിച്ചു നോക്കണം. 21-നായ ദുബായ് പ്രസംഗിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി ദുബായിലെ ഏറ്റവും വലിയ ടെലിഫോൺ കമ്പനി എത്തിസലാട്ട് സ്പെയിനിലെ ഇന്റർനാഷണൽ കമ്പനിയായിട്ട് ചേർന്ന് ജവാൻ ഒലാദ് ഒരുവന്റെ കയ്യിൽ ചിപ്പ് വെച്ചു. ജിറ്റക്സ് ഏഷ്യാനെറ്റും കാണിച്ച് നിങ്ങളുടെ മൊബൈലിലും വന്നു. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും മക്കള്. പ്രവാചകൻ വീണു പോകും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ചവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിച്ചവന്റെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. സ്വോത്രം. അവന്റെ നാവടഞ്ഞു. ഞാൻ ദുബായിലും ഷാർജയിലും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, നിങ്ങളുടെ കൈകളിലും ചിപ്പ് വരും. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുമോ? 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുമോ? നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 2018 December 31 you will watch your ATM, that is 4 chips is containing ATM, nano, silicon, micro, DNA. അങ്ങനെയെങ്കിൽ MBBS MD പാസ്സാവാത്ത യോഹന്നാൻ പത്മോസിൽ എഴുതി മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും. വൈറ്റ് ഹൗസിലെ ബ്ലാക്ക് മാൻ, ദുബായിലെ അറബിയടയിൽ ചിപ്പ് വന്നെങ്കിൽ ഇവിടെയും വരാൻ പോകുന്നു ചിപ്പ്. അതിലൊന്ന് ആനയെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ആനയെ കണ്ടിട്ടുള്ള കൈ ഉയർത്താം. കേരളത്തിലെ ആനയുടെ വാലെ ചിപ്പ് വെച്ച് വല്ലവർക്കും അറിയാമോ? സ്വോത്രം. എന്തിനു വേണ്ടിയാ? മതത്തിന്റെ പാടുണ്ട്, ശരീരത്തിന്റെ അസ്ഥികളെ അറിയുവാൻ. നിങ്ങളുടെ പുതിയ കാറ് കണ്ടിട്ടുണ്ടോ? പുതിയ കാറ് മാരുതിയുടെ സർവീസ് സെന്ററിൽ ചെന്നാൽ ഇന്ന് അവർ RFID ചിപ്പ് ട്രേസ് ചെയ്താൽ നിങ്ങളുടെ കാറിന്റെ സർവീസ് ട്രാക്ക് മുഴുവൻ കിട്ടും. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും ഇന്ത്യൻ ഹോം മിനിസ്റ്റർ അമിത്ഷായും അടുത്ത ചിപ്പ് കൊണ്ടുവന്നു, ഫാസ്ടാഗ്. എന്താ ഫാസ്ടാഗ് എന്നറിയാമോ? പറയാം. വെറും ടോളല്ല, ഞെട്ടരുത്. ഇത് ഇസ്രയേലിന്റെ ടെക്നോളജിയാ ഫാസ്ടാഗ്. നിങ്ങളുടെ കാറിൽ ഇരിക്കുന്നവർ ചപ്പാത്തി തിന്നുന്നത് കാണും. കാറിൽ കള്ളപ്പണം ഉണ്ടേ പിടിക്കും, കാറിനകത്ത് വെപ്പണുണ്ടേ മണ്ണുത്തിയിലും പിടിക്കും, കുളനടയും പിടിക്കും. നമ്പർ 1 ആനയുടെ വാലെ ചിപ്പ്, നമ്പർ 2 കാറിന്റെ RFID ചിപ്പ്, നമ്പർ 3 ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു ചിപ്പ് നിങ്ങളുടെ കാറിൽ വെച്ചെങ്കിൽ നിങ്ങളുടെ കൈമേലും നെറ്റിമേലും ചിപ്പ് പതിപ്പിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ചിപ്പ് ഞങ്ങളുടെ ശരീരത്ത് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട്. വായിക്കാൻ മോളെ, ആ ചിപ്പ് ഏതാ? എഫേസ്യർ 4:30. ഇന്ന് രാത്രി നിർത്താം. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി മക്കളെ 2 ചിപ്പ് ഒരു ശരീരത്ത് വെക്കാൻ അനുവദിക്കില്ല. കൊല്ലകടവ് ശ്രദ്ധിക്കുക. കല്ലിമേൽ നമ്പർ 1 ആധാർ, നമ്പർ 2 വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്, നമ്പർ 3 every ATM contains 4 chip. Then 2035 this is implant your hand or head, that means name human tracking subliminal implanting technology. എന്നാൽ നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടുന്ന കാലമായി ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇപ്പോൾ നിങ്ങൾ അംശമായി കാണുന്നു, ഇപ്പോൾ നിങ്ങൾ അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇന്ന് രാത്രി കൊല്ലകടവേ, എന്റെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങിക്കഴിഞ്ഞു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. NRIയും NCR മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം കൈമേലും നെറ്റിമേലും ചിപ്പ് വരുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ദ്രവത്വം അദ്രവത്തെ അവകാശമേൽക്കില്ല, ബലഹീനതയിൽ വിതയ്ക്ക്, ശക്തിയിൽ ഉയർക്ക്, പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? സന്തോഷമുള്ളവർ ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ആനയുടെ വാലെ ചിപ്പ് കണ്ടവർ, വണ്ടിയുടെ സൈഡിൽ ചിപ്പ് കണ്ടവർ, RFIDയുടെ ചിപ്പ് കണ്ടവർ, ഇന്ത്യയില് അമിത്ഷാജി പറഞ്ഞു കഴിഞ്ഞു, ഒരക്കം ഒരു മനുഷ്യൻ ഒരു നമ്പരെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന തിരുവചനം ഇന്ന് രാത്രി കല്ലുമേല് നിവർത്തിയായി മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെന്ന് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കല്ലുമേലെ ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. വാതിലുകൾ അടയാറായി, ചൂളമടി തുടങ്ങിക്കഴിഞ്ഞു.
ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? കൈവിടപ്പെട്ടു പോകരുത്. ഞാൻ നിർത്താൻ പോവുക. നല്ല ഒരു വീട് ഇവിടെ കൊല്ലകടവിൽ, ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 40 വയസ്സവന്, 38 വയസ്സാ മോൾക്ക്. ഏറെ നാൾ വിദേശത്തായിരുന്നു. മക്കളില്ല. ഇവിടെ ഒന്ന് ലാപ്രോസ്കോപ്പിയൊക്കെ എടുത്തു. ഇപ്പം 2 വയസ്സുള്ളൊരു കറുത്ത കൊച്ച്, സുന്ദരമായ വീട്, സ്വിഫ്റ്റ് ഡിസയർ കാറെല്ലാം ഉണ്ട്. ഒരു ഉച്ചയ്ക്ക് ഈ കുഞ്ഞിനെ ഉറങ്ങാൻ കിടത്തി. ഇവരും ആഹാരം കഴിച്ചുറങ്ങി. 3:30 ഇവരെഴുന്നേറ്റു. കുഞ്ഞുറക്കം. അവർ പറഞ്ഞു, കുഞ്ഞുറങ്ങട്ടെ മോൻ. കരിക്കട്ട പോലൊരു കൊച്ച്. തലയണയെടുത്ത് അവിടെ വെച്ചു. ഇവർ തോട്ടത്തിൽ വെള്ളമടിക്കാൻ പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയൽക്കാരുടെ വിളി, പോകാ. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ഓടി വന്നു. ചുറ്റും വളഞ്ഞു. അവർ കയറാൻ തുടങ്ങി. വീട് മുഴുവൻ ഷോർട്ട് സർക്യൂട്ട്. എല്ലാവരും പറഞ്ഞു, കയറരുത്, നിങ്ങളും മരിക്കും. ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വാതിലിലേക്ക് ഓടി ചെല്ലുന്നു. നാട്ടുകാർ തടസ്സം വരുത്തുന്നു. പറഞ്ഞു, കയറരുത്. അവർ പറഞ്ഞു, ആരൊക്കെ തടഞ്ഞാലും ഇനി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടത്തില്ല. ഞങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ്, 2 വയസ്സുകാരൻ അവിടെ കിടപ്പുണ്ട്, മരിച്ചു കാണത്തില്ല, തടയരുത്. കത്തുന്ന വീടിനകത്ത് വാതിൽ പാളികൾ പൊളിച്ചുകൊണ്ട് അവർ അകത്ത് കടന്നു. കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്നു. അല്പം പൊള്ളിയ കുഞ്ഞിനെ എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട് കത്തട്ടെ, സ്വിഫ്റ്റ് ഡിസയർ കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇത് കത്തുന്നതിന് മുമ്പ് അവന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ വരാറായി. കല്ലിമേലെ ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? 2 കാര്യം കൊണ്ട് നിർത്താം. ഈ ദിവസങ്ങളിൽ ഞാൻ സാൽവേഷൻ ആർമിയുടെ ഒരു ചരിത്രം വായിച്ചു. സ്വോത്രം. സാൽവേഷൻ ആർമിയുടെ കമാൻഡറിൻ്റെ പേര് ഡോക്ടർ വില്യം ബൂത്ത്. കേട്ടോണ്ടേ ഇതൊക്കെ എഴുന്നേക്കാവും. എന്താ സംഭവിച്ചത്? ലണ്ടനിലെ സ്കൂൾ ഓഫ് പോലീസിൽ നിന്ന് രാജിവെച്ച് കയറിയതാണ്. ഏറ്റവും വലിയ ചർച്ച്. ആ ചർച്ചിൻ്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ ഒരു ചെറുപ്പക്കാരനുണ്ട്. ചെരുപ്പ് കുത്തിയ മോൻ ഷൂ പോളിഷ് ചെയ്യുക സാമുവൽ ബർഗ്. ഈ ചെറുപ്പക്കാരൊന്ന് ആരാധനയ്ക്ക് ചെന്നു. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു, ഇവിടെ കയറാൻ പറ്റത്തില്ല, ഇത് വലിയ ചർച്ച, പണക്കാരുടെയും ഏറ്റവും നല്ല പ്രൗഢിയുള്ളവർ. അവൻ കരഞ്ഞുകൊണ്ട് ഷൂ കടയിൽ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി. സ്വോത്രം. അവരോട് പറഞ്ഞ്, എനിക്കൊന്ന് ആരാധിക്കണം. അവർ പറഞ്ഞു, കഴിഞ്ഞ വർഷം പറഞ്ഞ് നിന്നോട് ഇനി വരരുതെന്ന്. അവൻ തിരിച്ചു പോയി. 3-ാം വർഷം പ്രാർത്ഥിച്ചു പോയി. 3-ാം വർഷം ചെന്നിട്ട് പറഞ്ഞ്, ആരാധിക്കാനല്ല, സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് ബൂത്തിനെ ഒന്ന് കാണാനാണ്. അത് കണ്ടോ, പ്രസിഡന്റ് ഫ്രീ. ഈ മോൻ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? വില്യം ബൂത്തിനോട് കാര്യം ചോദിച്ചു. സെമിനാരി പഠിത്തം. അവൻ പറഞ്ഞു, ഒന്നുമില്ല, ഷൂ തുടക്കാൻ അറിയാം. പിന്നെ എന്തിനാ വന്ന്? അപ്പോൾ വില്യം ബൂത്തിനോട് പറഞ്ഞു, എനിക്ക് ആരാധിക്കാം. നിന്നെ ആരാധിക്കാൻ കയറ്റത്തില്ല, നീ വന്നത് നല്ല കാര്യം. ഇവിടെ വരുന്നെല്ലാം മിലിറ്ററിക്കാരാ. ഷൂ പോളിഷ് ചെയ്യാൻ ഒരാളെ വേണം, പോളിഷ് ചെയ്യണം, ശമ്പളമില്ല, കഞ്ഞി കിട്ടും. ആ സാമുവൽ ബർഗ് എത്ര വർഷം ഇരുന്നെന്നറിയാം? 16 വർഷം ഷൂ പറിക്കാത്ത ഒരു ചെറുപ്പക്കാരെ ഇരുന്നു. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവൻ. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. 16-ാം വർഷം ലണ്ടനിൽ ഒരു കോൺഫറൻസ്, സാൽവേഷൻ ആർമിയുടെ 5 ദിവസത്തെ കൺവെൻഷൻ, 3 ദിവസം ലണ്ടൻ മിഷണറി, ശനി ഞായർ അമേരിക്കക്കാരൻ. ശനിയാഴ്ച ഉച്ചയ്ക്ക് വില്യം ബൂത്ത് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ, അദ്ദേഹത്തിന് സുഖമില്ല, വരത്തില്ല. വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറി കയറി കരഞ്ഞു, കർത്താവേ, 1000 പങ്കെടുക്കുന്ന കൺവെൻഷനാ, ഞാൻ ആരെ വിളിക്കും? സ്വർഗാവനോട് പറഞ്ഞു, നിന്റെ ഷൂപ്പറയ്ക്കകത്ത് 16 വർഷമായി ഒരുവൻ കടപ്പുണ്ട്, ഇന്ന് രാത്രി അവനെ സ്റ്റേജിനകത്ത് കയറ്റണം. അമ്മച്ചി, നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്താൻ ഒരു ദൈവദാസനെ നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ആരൊക്കെ ബൗണ്ടറി കെട്ടിയാലും ആരൊക്കെ വേലി കെട്ടിയാലും പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരും. വില്യം ബൂത്ത് എന്ന് സാമുവൽ ബർഗിനെ വിളിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, നീ ഇന്ന് പ്രസംഗിക്കണമെന്ന്. അവൻ പറഞ്ഞു, എൻ്റെ കണ്ണുനീരിന്റെ മറുപടി വന്നു. സ്വോത്രം. ആ ചെറുപ്പക്കാരൻ അന്ന് രാത്രി ലണ്ടനിൽ പ്രസംഗിച്ചു. എത്ര പേർ രക്ഷിക്കപ്പെട്ടു? 2000 പേർ. സൂപ്പരെ കടന്നവൻ. സ്വോത്രം. അവസാന ഞായറാഴ്ച രാത്രി ഇവൻ പ്രസംഗിച്ചു. സാമുവൽ ബർഗിനെ വില്യം ബൂത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഐ റിസൈൻ മൈ പോസ്റ്റ്, ഇന്ന് ഞാൻ രാജിവെക്കാൻ പോവാ സാൽവേഷൻ ആർമിയുടെ പ്രസിഡന്റ് സ്ഥാനം. ആരാ പ്രസിഡന്റ്? ടുമാറോ സാമുവൽ ബർഗ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് സാൽവേഷൻ ആർമി. സിസ്റ്റർ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ ദാസനെ അപമാനിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം. 2020 നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുവാൻ ഈ കറുത്ത പുസ്തകത്തിന് കഴിയും. അകത്തളം തിളയ്ക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ തലമുറ കർത്താവ് വരും. 5 മിനിറ്റൂടെ കേട്ടോണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. ഇസ്രായേൽ 10 കാര്യം. മാങ്കാങ്കുടി, ഇവിടെ അടുത്ത സ്ഥലം കൂടെ പറഞ്ഞിട്ട് തീർത്താം. മാങ്കാങ്കുടി ഇങ്ങോട്ട് വന്നപ്പോൾ അതും കണ്ടുകൊണ്ട് അതുകൂടെ പറയാം. 1, തിരുവനന്തപുരത്ത് എയർ ഇന്ത്യയുടെ വിമാനം, ശലോ എയർ ഇന്ത്യ.
ഇസ്രയേലിലേക്ക് നേരിട്ട് പറക്കുന്നു. നമ്പർ 1 ഇന്ത്യ ഇസ്രയേൽ. 2 തിരുവനന്തപുരം ചാക്ക വിമാനത്താവളം. മാവേലിക്കരക്കാർ മിക്കവാറും അതുവഴി പോകുന്നത്. രാവും പകലും പ്ലെയിൻ ഇറങ്ങുന്നു. റൺവേ മുഴുവൻ ഇസ്രയേലിൻ്റെ. നമ്പർ 3 നിർണായകമായ അടുത്ത കാര്യം പറഞ്ഞു തരാം. ബരാക്ക് മിസൈൽ ചാക്ക. പിന്മഴയുടെ കാലത്ത് എഗോയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇറാഖിന്റെ മിസൈൽ, ഇസ്രയേലിന്റെ മിസൈൽ. 4 പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇരിക്കുന്ന തോക്ക്. കേട്ടോ അച്ചായന്മാരെ, ഇനി ഇതാരും പറയത്തില്ല. അതിന്റെ പേരാ ടൈമർ ടാർ 21. തീക്കൊള്ളി പോലെ ഒരു ആയുധം കൊല്ലനെയും നിനക്ക് തരും. 5 നിർണായകമായി ഇന്ത്യയുടെ സെൻസസ് മുഴുവൻ തിരുവനന്തപുരത്ത് കോവളത്തിരിക്കുന്നു. 6 ബാലാക്കോട്ടിലിട്ട ബോംബ് ഇസ്രയേലിന്റെ സ്പൈസ് ബോംബ്. 7 ഇസ്രയേലിന്റെ സ്പാരോ മിസൈൽ ലോകം പേടിക്കുന്നു. 8 ഇന്ന് നരേന്ദ്രമോദി സാർ കൊണ്ടുവരാൻ പോകുന്നു ഇസ്രയേലിൽ നിന്ന് സ്പൈക്ക് ബിൽഡിംഗ് തകർക്കുവാൻ. 9 മാങ്കാങ്കുഴി എന്ന് പറയുന്ന സ്ഥലം അറിയാമോ? കൊല്ലകടവ് അറിയത്തില്ലയോ? ആ റോഡ് സൈഡിൽ കുറെ കൃഷിക്ക് മേടി ഒരു പോളി ഫോം പുതപ്പിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ വല്ലവരും? കൃഷി നടത്തി. ഇത് എവിടുന്നാ വന്ന? മലയാളിയുടെ അല്ല, ടെല്ലവീവിൽ നിന്ന് ഇന്ത്യക്കാർ കൊണ്ടുവന്നതാ. കാറ്റും വെയിലും അടിക്കാതിരിക്കാൻ ഈ പോളി ഫോം ഇസ്രയേലിന്റെ കൃഷി. 10ാമത്തെ കാര്യം പറഞ്ഞാൽ അറിയാം, ഈ തലമുറ ഇവിടെ ഇരിക്കുന്ന ആർക്ക് ശവപ്പെട്ടി വേണ്ടി വരത്തില്ല, പരിപ്പോടയും വേണ്ടി വരത്തില്ല. രാജീവ് ഗാന്ധിയുടെ മോടെ പേര്, അല്ലെ നമ്മുടെ രാഹുലിന്റെ പെങ്ങടെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയാം? ആരാ പേര്? രാജീവ് ഗാന്ധിയുടെ മോടെ പേര് ഒന്ന് ഉറക്ക പറ മക്കളെ. 2 മണിക്കൂറായി പ്രസംഗിക്കുന്നത് എനിക്ക് എത്ര സൗണ്ട് ഉണ്ടല്ലോ. ചിക്കൻ ചപ്പാത്തി നിന്ന് നിങ്ങളോട് കർത്താവ് ചോദിക്കും. സ്വോത്രം. പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിന്ന് വാട്സാപ്പ് അടിച്ച്. ആരാ ചോർത്തിയത്? മലയാളം പേപ്പർ വായിച്ചില്ലേ? ഇസ്രയേൽ ചോർത്തി BJP കൊടുത്തെങ്കിൽ അത്തി തളിർത്തു കൊമ്പിളതായി. ഈ തലമുറയിൽ പെട്ടിക്കകത്ത് നമ്മൾ കയറുന്നതിന് മുമ്പ് കാഹളം ധ്വനിക്ക്. മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. മരണം കാണാതെ നാം എടുക്കപ്പെടാറായി.